പണ്ടത്തെ കാലത്തെ ലിഫ്റ്റുകൾക്ക് ഒരു ഓപ്പറേറ്റർ ഉണ്ടായിരുന്നു. മെയിൻ ജോലി എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ലിഫ്റ്റിൽ കയറിയാൽ ഡോർ ക്ലോസ് ചെയ്യുക, അതുപോലെ ഏത് ഫ്ലോറിലേക്കാണെന്ന് പോകേണ്ട ബട്ടൺ പ്രസ് ചെയ്യുക. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ലിഫ്റ്റിൻ്റെ ടെക്നോളജി എല്ലാം വളരെ അപ്ഡേറ്റഡായി. അപ്പോൾ ഇങ്ങനെയൊരു സപ്പോർട്ട് സിസ്റ്റത്തിൻ്റെ ആവശ്യം തന്നെ ഇല്ലാതായി. അതായത് ലിഫ്റ്റിൽ കയറുന്ന ആൾക്ക് തന്നെ ബട്ടൺ പ്രസ് ചെയ്തെല്ലാം ഓപ്പറേറ്റ് ചെയ്യാവുന്ന അവസ്ഥ വന്നപ്പോൾ ഈ ഓപ്പറേറ്റർ എന്ന് പറയുന്ന ജോലി തന്നെ ഇല്ലാതായി. ഒരു പക്ഷേ ഇതായിരിക്കാം ഓട്ടോമേഷൻ കാരണം ജോലി ഇല്ലാതാവുന്ന ആദ്യത്തെ ഇൻഡിക്കേഷൻസ്. പിന്നീട് അങ്ങോട്ട് നമ്മൾ കണ്ടത് ഓട്ടോമേഷൻ്റെ ഒരു റെവല്യൂഷൻ തന്നെയായിരുന്നു. ഓട്ടോമേഷൻ കാരണം പല ജോലികളും ഇല്ലാതാവുന്ന ഒരവസ്ഥ. ഈയിടെ വളരെ രസകരമായൊരു സംഭവം ഞാൻ ശ്രദ്ധിച്ചു. വളരെ പ്രശസ്തമായൊരു റീറ്റെയിൽ ഔട്ട്ലെറ്റിൽ പോയപ്പോൾ നമുക്കറിയാം അവിടെ ഓരോ പ്രൈസ് ടാഗ് ഓരോ ഐറ്റംസിൻ്റെ നേരെയും കാണും. അത് ഡിജിറ്റലി റെക്കോർഡഡ് ഡിജിറ്റലി ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന പ്രൈസ് ടാഗ് കണ്ടു. അപ്പോൾ ഒരു ഓഫർ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ സീസൺ വരുമ്പോൾ, ഈ സ്പെഷ്യൽ ഡിസ്കൗണ്ട് വരുമ്പോൾ ഇതൊക്കെ നോർമലി എല്ലാവരും പോയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഈ പുതിയ പ്രൈസ് ഇത്രയും വിശാലമായ ഷോറൂമിലെ എല്ലാ പ്രൈസ് ടാഗും അതിനനുസരിച്ച് ഓരോന്നിൻ്റെ പ്രൈസിനനുസരിച്ച് മാറുന്ന ഓട്ടോമേഷൻ കണ്ടു. അപ്പോൾ നമുക്കറിയാം ഇത് വളരെ കൺവീനിയൻ്റ് ആണ്. പക്ഷേ അതേ സമയത്ത് പലരുടെ ജോലിയും ബാധിക്കാവുന്ന ഒരു അവസ്ഥയുമാണ്. അപ്പോൾ ഓട്ടോമേഷൻ കമ്പൈൻ വിത്ത് മെഷീൻ ലേണിംഗ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതിശയകരമായ ചേഞ്ചസ് ആണ് ജോബ് ഇൻഡസ്ട്രിയിൽ വരുത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കുറച്ച് ഫാക്ട്സ് ചെക്ക് ചെയ്യാം. അതായത് ഇത് കാരണം സ്റ്റാറ്റിസ്റ്റിക്സ് എന്തൊക്കെയാണ് നടന്നിരിക്കുന്നതെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ആസ് പെർ ദ സ്റ്റഡി ഇൻ 2019, 1.7 million jobs are lost to robots since 2000. വേൾഡ് വൈഡ്, അതായത് US, UK, ഏഷ്യ റീജിയനിൽ ഇത്രയും ജോലികൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. വേറൊരു ഇന്ത്യയിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു വേൾഡ് ബാങ്ക് നടത്തിയ സ്റ്റഡി പ്രകാരം 60% ഓഫ് ജോബ്സ് ആർ അണ്ടർ ത്രെറ്റ് ബിക്കോസ് ഓഫ് ഓട്ടോമേഷൻ. അതായത് നമ്മുടെ ഹ്യൂമൻസിൻ്റെ ഇൻ്റലിജൻസും ക്രിയേറ്റിവിറ്റിയും ആവശ്യമില്ലാത്ത എല്ലാ ജോലികൾക്കും ഭീഷണിയാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ നമ്മളൊരു കരിയർ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു കരിയറിലേക്ക് എഡ്യൂക്കേഷൻ നടന്നുകൊണ്ടിരിക്കുന്നവർ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഭാവിയിൽ എന്തൊക്കെ ജോലികൾ എക്സിസ്റ്റ് ചെയ്യാം, എക്സിസ്റ്റ് ചെയ്യില്ല, അതിനനുസരിച്ച് നമ്മളുടെ എഡ്യൂക്കേഷനും കരിയറും ഷേപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യകത ഇപ്പോഴുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് അടുത്തൊരു 10-20 വർഷത്തിൽ ഇവിടെ തന്നെ നമ്മൾക്ക് കാണാൻ ഇപ്പോൾ ഉള്ള ജോലികൾ പാർഷ്യലി അല്ലെങ്കിൽ ഫുള്ളായിട്ട് ഇല്ലാതാവുന്ന അവസ്ഥ ഏതൊക്കെയായിരിക്കും എന്നുള്ളത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ ഫോളോ ചെയ്യുക. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവായുള്ള വീഡിയോസുകൾ ഇനിയും റെഗുലറായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ദിസ് ഈസ് അനീഷ് കുമാർ ആൻഡ് വെൽക്കം ടു എംപവർ. നമ്പർ 1, റീറ്റെയിൽ സ്റ്റാഫ് ജോബ്സ്. അതായത് നിങ്ങൾ ആമസോൺ ഗോ എന്ന റീറ്റെയിൽ ഔട്ട്ലെറ്റിനെ പറ്റി കേട്ട് കാണും. അതായത് നമ്മളൊരു ഷോപ്പിങ്ങിന് വേണ്ടി അതിനകത്ത് കയറുമ്പം നമ്മളുടെ മൊബൈൽ വാലറ്റിൽ ആമസോൺ ഗോൻ്റെ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി സ്കാൻ ചെയ്തിട്ട് നമുക്ക് എൻട്രി കിട്ടുന്നു. നമ്മൾ സാധനങ്ങൾ എടുക്കുന്നു, നമ്മൾ തിരിച്ചു വയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി കാർട്ട് അപ്ഡേറ്റ് ആവുന്നു. സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ചിറങ്ങി പോകുന്നു. അപ്പോൾ ഈ മൊബൈൽ ആപ്പിൽ നിന്ന് നമ്മളെ പൈസ ഡിഡക്റ്റ് ആവുന്നു. നോ കാഷ്യർ, നോ ക്യൂസ്, നത്തിങ്. വളരെ രസകരമായൊരു ഫീലിംഗ് ആയിരിക്കും. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ കൈൻഡ് ഓഫ് ഔട്ട്ലെറ്റ്സ് നമ്മുടെ എവിടെയും വരികയാണെങ്കിൽ അതിൽ വർക്ക് ചെയ്യുന്ന പലരുടെയും ജോലിക്ക് ഭീഷണി ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ടെക്നോളജി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡീപ്പ് ലേണിംഗ് ആൻഡ് സെൻസർ ഫ്യൂഷൻ എന്ന ടെക്നോളജീസാണ്. അപ്പോൾ ഈ മേഖലയിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ്, അല്ലെങ്കിൽ നമ്മുടെ ജോലിക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കുന്നതാണ്. നമ്പർ 2, ഡ്രൈവേഴ്സ്. നമുക്കറിയാം ഈ ലോകത്ത് കോടിക്കണക്കിന് ഡ്രൈവർമാരുണ്ട്. ദിസ് ഇൻക്ലൂഡ്സ് ബസ് ഡ്രൈവർ, ട്രക്ക് ഡ്രൈവേഴ്സ്, ടാക്സി ഡ്രൈവേഴ്സ്, പിക്കപ്പ് ഡെലിവറി ആൻഡ് ഓൾസോ ഊബർ ഡ്രൈവേഴ്സ്. അപ്പോൾ ഒരു ഓട്ടോണമസ് വെഹിക്കിൾ അല്ലെങ്കിൽ സെൽഫ് ഡ്രൈവിംഗ് വെഹിക്കിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇത്രയും പേരുടെ ജോലിക്ക് ഭീഷണിയാവാൻ സാധ്യതയുണ്ട്.
ഇപ്പോൾ ഓട്ടോണമസ് കാർസ് ആർ ഓൾറെഡി ഡൂയിങ് പാസഞ്ചർ ട്രിപ്സ് ഇൻ സ്പെസിഫിക് റീജിയൻസ്. അതായത് ഓഫ് കോഴ്സ് അത് നമ്മുടെ പബ്ലിക്കിന് ആക്സസ് ആവാൻ കുറച്ച് ടൈം എടുക്കാം. എങ്കിലും ഫ്യൂച്ചറിൽ ഇത്രയും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഈ ടെക്നോളജി അല്ലെങ്കിൽ സെൽഫ് ഡ്രൈവിംഗ് കാർസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വെറുതെ ആവില്ലല്ലോ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ജോലി, എലിമിനേറ്റ് ആവാവുന്ന ഒരു ജോലിയാണ് ഡ്രൈവിംഗ്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ടെക്നോളജിയും വളരെ ഈ നമ്മുടെ ആമസോൺ ഗോയിൽ യൂസ് ചെയ്തിരിക്കുന്ന അതേ ടെക്നോളജി തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ടെക്നോളജിയും അതിൻ്റെ അൽഗോരിതംസ് അതിനെപ്പറ്റി ഞാൻ വിശദമായൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണാം. നമ്പർ 3, ബാങ്ക് ടെല്ലേഴ്സ്. നമുക്കറിയാം അത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് മാത്രമേ നമ്മളിപ്പോൾ ബാങ്കിലേക്ക് പോകാറുള്ളൂ. ATM വെച്ചിട്ട് നമുക്ക് ക്യാഷ് വിഡ്രോ ചെയ്യാം, അല്ലെങ്കിൽ മൊബൈൽ ബാങ്കിങ് ആപ്പ് വെച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്തിട്ട് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാം, ബെനിഫിഷ്യറിക്ക് ട്രാൻസ്ഫർ ചെയ്യാം, അതുപോലെ തന്നെ ചെക്ക് ബുക്ക് റിക്വസ്റ്റ് ചെയ്യാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, എല്ലാം നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന സ്ഥിതിയാണുള്ളത്. നമ്പർ 4, അക്കൗണ്ടൻസ്. എന്താണ് നോർമലി ഒരു അക്കൗണ്ടൻസ് ചെയ്യുന്ന ജോലി? അത്രയും ട്രാൻസാക്ഷൻ എൻട്രീസ് വളരെ സ്ട്രീം ലൈൻഡ് ആയിട്ട് മാനുവലി നമ്മൾ കീപ്പ് ചെയ്യുന്നു. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, അതുപോലെ തന്നെ ഒരു എക്സലിൽ നമ്മൾ ട്രാൻസാക്ഷൻസ് കീപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ടാലി ഓർ അതർ അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ കീപ്പ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ 3-4 റിപ്പോർട്ട്സ് ജനറേറ്റ് ചെയ്യുന്നു, സച്ച് ആസ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ട്രയൽ ബാലൻസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, അങ്ങനെയുള്ള റിപ്പോർട്ട്സ് നമ്മൾ സീനിയർ മാനേജറിന് കൊടുക്കുന്നു, സോ ദാറ്റ് ദേ ക്യാൻ ടേക്ക് ബിസിനസ് ഡിസിഷൻസ്, ഫൈനാൻഷ്യൽ ഡിസിഷൻസ്. അപ്പോൾ ഈ റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള ടാസ്ക്, ലോവർ ലെവലിൽ നമ്മൾ ചെയ്യുന്ന ഈ സ്ട്രക്ചറിങ് ഓഫ് ടാസ്ക് ഈസിലി ഒരു അൽഗോരിതം ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളൊരു ആ അക്കൗണ്ടൻസ് ജോലിയിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ കുറച്ചുകൂടി അപ്ഗ്രേഡ് ചെയ്തിട്ട് സീനിയർ ലെവലിലേക്കോ സ്വിച്ച് ചെയ്യാനുള്ള ട്രൈ ചെയ്യേണ്ടതാണ്. നമ്പർ 5, പ്രിൻറ്റിംഗ് ആൻഡ് പബ്ലിഷിംഗ്. ഇത് ഇപ്പോൾ തന്നെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെയാണ്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഒരു ന്യൂസ് പേപ്പർ വായിക്കാൻ വേണ്ടി നമ്മൾ ന്യൂസ് പേപ്പർ അധികം മേടിക്കാറില്ല, കൂടുതലും ഓൺലൈൻ ചെയ്യുന്നതിൻ്റെ മെയിൻ റീസൺ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അതിനനുസരിച്ച് നമുക്ക് റീസെൻ്റ് അപ്ഡേറ്റ്സും കിട്ടുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ ഒരു ദിവസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഓൺലൈനായിട്ട് അപ്ഡേറ്റ്സ് കിട്ടാൻ നമുക്ക് ട്വിറ്റർ, അതുപോലെ തന്നെയുള്ള അതർ പ്ലാറ്റ്ഫോംസ് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഒരു ന്യൂസ് പേപ്പറിൻ്റെ കാര്യം എടുത്താൽ ഇത്, അതുപോലെ തന്നെ ബുക്സ് എല്ലാം ഡിജിറ്റൈസ് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. അപ്പോൾ പ്രിൻറ്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് എന്ന് പറയുന്ന ആ ഇൻഡസ്ട്രി വളരെ മിനിമലായിട്ട്, കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ആവണമെന്നില്ല, പക്ഷേ മിനിമലായിട്ട് മാത്രമേ ഫ്യൂച്ചറിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. നമ്പർ 6, ട്രാവൽ ഏജൻറ്റ്സ്. ഇതും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതുപോലെ വളരെ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അതായത് ഒരു 10 വർഷം മുന്നേ നമ്മളൊരു സ്ഥലത്തേക്ക് ഒരു ട്രാവൽ പ്ലാൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മളുടെ മനസ്സിൽ വരും ഒരു ട്രാവൽ ഏജൻസിയെ പറ്റിയാണ്. അവരാണ് നമുക്ക് കംപ്ലീറ്റ് പ്ലാൻ, അല്ലെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റ്, അല്ലെങ്കിൽ എന്ത് ടിക്കറ്റ് ആണെങ്കിലും ചെയ്തു തരും. അതുപോലെ തന്നെ നമുക്കൊരു ഹോട്ടൽ റൂം ബുക്കിംഗ് for 7 days 6 days എന്നൊക്കെ പ്ലാനൊക്കെ നമുക്ക് തരുന്നത്. പക്ഷേ ഇപ്പോൾ ആകെ സ്ഥിതി മാറി. നമുക്കറിയാം, നമ്മളിപ്പോൾ ഫസ്റ്റ് എടുക്കുന്നത് നമ്മളൊരു വെബ്സൈറ്റിൽ പോയിട്ട്, അല്ലെങ്കിൽ ക്ലിയർ ട്രിപ്പ്, അല്ലെങ്കിൽ മേക്ക് മൈ ട്രിപ്പ്, അല്ലെങ്കിൽ അങ്ങനത്തെ സൈറ്റ്സ് പോയിട്ട്, അല്ലെങ്കിൽ ആപ്പ് പോയിട്ടാണ് നമ്മളിതെല്ലാം ചെയ്യാറ്. നമുക്ക് ട്രാവൽ ഏജൻസിൻ്റെ ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ ഹോട്ടൽ ബുക്കിങ്ങിന് ഇപ്പോൾ ഊബർ കാറിന് വേണ്ടി വർക്ക് ചെയ്യുന്ന പോലെ നമ്മൾ ഈ Airbnb എന്ന ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും വളരെ ചീപ്പായിട്ട് ഹോട്ടൽ അല്ലെങ്കിൽ അക്കമഡേഷൻ ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ എങ്കിലും ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോൾ വളരെ പ്രൊഫഷണലായിട്ടുള്ള ട്രാവൽ ഏജൻസിനെ നമുക്ക് ആവശ്യം തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു വ്യാപ്തി, അല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യം നമുക്ക് കുറഞ്ഞു വരുന്നത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്പർ 7, മാനുഫാക്ചറിങ് വർക്കേഴ്സ്. ഇതും നമുക്ക് നമ്മുടെ അനുഭവത്തിൽ നിന്ന് ഈസിയായിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അതായത് ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിൽ 90% റോബോട്ട്സിനെ വെച്ചിട്ടാണ് ഇപ്പോൾ പ്രൊഡക്ഷൻ പ്രോസസ്സ് നടക്കുന്നത്. അതായത് നമ്മൾ മെഷീൻസിനെ ഉണ്ടാക്കി, മെഷീൻസ് ആർ ബിൽഡിങ് അതർ മെഷീൻസ്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. അതുപോലെ തന്നെ നമ്മളൊരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ നോക്കിയാലും മെഷീൻസാണ് ഇപ്പോൾ കൂടുതൽ കാണാൻ പറ്റുന്നത്. വലിയ വലിയ കൺസ്ട്രക്ഷൻ സൈറ്റുകൾ ആളുകൾ കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഇനി മുന്നോട്ട് മാനുഫാക്ചറിങ് വർക്കേഴ്സ് എന്ന് പറയുന്നത് ഇല്ലാതാവുന്ന സ്ഥിതിയാണ്. പക്ഷേ ഈ ഇൻഡസ്ട്രിയിൽ നമ്മളൊരു ക്രിയേറ്റിവിറ്റി, അല്ലെങ്കിൽ ഡിസൈൻ, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ഓഫ് ദിസ് മാനുഫാക്ചറിങ് ഒക്കെ ഹ്യൂമൻസിൻ്റെ ആവശ്യം വരുന്നതാണ്. നമ്പർ 8, ഫാസ്റ്റ് ഫുഡ് വർക്കേഴ്സ്.
well-known fast food industry have already introduced self-order kiosk. നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമുക്കൊരു ഓൺലൈനിൽ ഫുഡ് ഓർഡർ ചെയ്യണമെങ്കിൽ നമ്മൾ ഔട്ട്ലെറ്റിൽ പോകേണ്ട ആവശ്യമേ ഇല്ല. സോ മെനി മൊബൈൽ ആപ്സ് ആർ അവൈലബിൾ സച്ച് ആസ് സൊമാറ്റോ. നമ്മൾ ഓർഡർ ചെയ്യുന്നു, പേയ്മെൻറ്റ് ആപ്പിൾ പേ അല്ലെങ്കിൽ ഗൂഗിൾ പേ അല്ലെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് കാർഡ് വെച്ച് പേ ചെയ്യുന്നു. നമുക്ക് ഓർഡർ ചെയ്തപ്പോൾ മുതൽ നമ്മളെ വീട്ടിലെത്തുന്നവരെ, ആ ഫുഡ് എത്തുന്നവരെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. എവിടെ എത്തി, അതിപ്പം കിച്ചണിലാണോ, അത് കഴിഞ്ഞോ, ഡെലിവറി കഴിഞ്ഞോ, നമ്മുടെ ഡോർ സ്റ്റെപ്പിലെത്തിയോ, അതുവരെ നമുക്ക് ട്രാക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുവരെയുള്ള എല്ലാ പ്രോസസ്സും നമുക്കൊരു ഹ്യൂമൻസിൻ്റെ ആവശ്യമില്ല. അതുപോലെ സെൽഫ് ഓർഡർ കയോസ്കിലും നമ്മൾ പോകുന്നു, നമ്മൾ തന്നെ ഓർഡർ ചെയ്യുന്നു, അവിടെ വെച്ച് പേയ്മെൻറ്റ് ചെയ്യുന്നു, എന്നിട്ട് സാധനം മേടിക്കുന്നു. അപ്പം അതിനിടയിലുള്ള കുറേ വർക്കേഴ്സിൻ്റെ ജോലിക്ക് ഭീഷണി തന്നെയാണ്. നമ്പർ 9, ടെലിമാർക്കറ്റർ. നമുക്കറിയാം, ആദ്യകാലങ്ങളിൽ നമുക്ക് വി യൂസ് ടു ഗെറ്റ് ലോട്ട് ഓഫ് കോൾസ് ഫ്രം ടെലിമാർക്കറ്റിംഗ് ടു പ്രൊമോട്ട് എ ബ്രാൻഡ് ഓർ ദ പ്രോഡക്റ്റ്. അപ്പോൾ നമുക്ക് കോൾസ് കിട്ടുന്നു, അവരതിനെപ്പറ്റി സംസാരിക്കുന്നു. പക്ഷേ ഇപ്പോൾ അത് വളരെ റെഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. കാരണം ഇപ്പോഴൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലേക്കാണ് പോകാനുള്ള ടെൻഡൻസി കൂടുതൽ. അതായത് ഫേസ്ബുക്ക്, സോഷ്യൽ മീഡിയ, ലിങ്ക്ഡിൻ, സോഷ്യൽ മീഡിയ പോലത്തെ അതർ പ്ലാറ്റ്ഫോംസ്. അപ്പോൾ ഈ ടെലിമാർക്കറ്റേഴ്സിൻ്റെ ജോബ് വളരെ ഭീഷണി ഉള്ളത് തന്നെയാണ്. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതൊക്കെ ഉണ്ടെങ്കിലും വളരെ സോഷ്യൽ സ്കിൽസ് അല്ലെങ്കിൽ കസ്റ്റമറിനെ ഹാൻഡിൽ ചെയ്യുന്ന ഉണ്ടാവുന്ന കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജേഴ്സ് അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ്സിന് എപ്പോഴും ചാൻസ് ഉണ്ടെന്നുള്ളതാണ്. പലതും നമുക്ക് ബോട്ട്സിനെ വെച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒരു 60 to 70% ഇത് പറ്റും. അതായത് ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഒരു മനുഷ്യനെ വെച്ച് പറയിപ്പിക്കേണ്ട ആവശ്യമില്ല. ഈസി ആയിട്ട് അത് വെബ് ബോട്ട്സിന് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ അതിലൊരു മേജർ ചങ്ക് അങ്ങനെ ഓട്ടോമേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് ഫൈനലി നമ്പർ 10, സ്റ്റോക്ക് ട്രേഡേഴ്സ്. ട്രേഡിങ്ങിൽ അറിയാമല്ലോ, നമ്മളെപ്പോഴും പ്രഡിക്റ്റ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ദ മാർക്കറ്റ് അനാലിസിസ് അല്ലെങ്കിൽ റിസർച്ച്. അത് വെച്ചിട്ടാണ് നമ്മൾ പലതും മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ മുഴുവൻ നമുക്കൊരു വളരെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു പ്രഡിക്റ്റീവ് അനാലിസിസ് എൻജിൻ അല്ലെങ്കിൽ ബിഗ് ഡേറ്റ പ്രോഡക്ട്സ് വെച്ചിട്ട് നമുക്ക് ഇതിനെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മളെക്കാട്ടും വളരെ പ്രോസസ്സ് ചെയ്യാൻ കാപ്പബിലിറ്റി ഉള്ള മെഷീൻസും പ്രഡിക്റ്റീവ് മെഷീൻസ് അവൈലബിൾ ആണല്ലോ ഇപ്പം. പക്ഷേ എന്ന് വെച്ചാലും ഒരു 10% എന്തായാലും ഹ്യൂമൻസിൻ്റെ ഇൻ്റർവെൻഷൻ ആവശ്യമാണ്. ബാക്കിയെല്ലാം ഈ മെഷീൻ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പം സ്റ്റോക്ക് ട്രേഡിങ്ങിൽ ഇതിന് വളരെ ഒരു ഇമ്പാക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യമേ ഉദ്ദേശിച്ച 10 മെയിൻ മോസ്റ്റ്, ഇനിയും ഉണ്ടാവാം, പക്ഷേ ഇതൊക്കെയാണ് ഞാനിവിടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. 10 ജോബ്സ് വിച്ച് ആർ ലൈക്ലി ടു ഡിസപ്പിയർ ഇൻ ദ കമ്മിങ് ഇയേഴ്സ്, അല്ലെങ്കിൽ ഒരു 10 yearsൽ ഇതിന് വളരെ ഇമ്പാക്റ്റെങ്കിലും ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് വിശ്വാസം. കുറേ ജോബ്സിന് ഓൾറെഡി ഇപ്പം നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇങ്ങനെയുള്ള വീഡിയോസ് അടുത്ത വീക്കിലും നമുക്ക് റിലീസ് ചെയ്യാവുന്നതാണ്. താങ്ക് യു വെരി മച്ച് ആൻഡ് സ്റ്റേ സേഫ്.